അല്ല, എത്ര അന്വേഷണ സമിതിയായി കേരളത്തിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ. ഒന്നിനു പിറകെ ഒന്നായിട്ട് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ പോകുന്ന, മെഡിക്കൽ കോളേജിൽ പോകുന്ന ആൾക്ക് ഒന്നുകിൽ അവയവം നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു വരേണ്ടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണങ്ങൾ വയറ്റിൽ കൊണ്ടുവന്നത് ജീവിക്കേണ്ടി വരും. ഇത് ഒരു സംഭവമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഒറ്റപ്പെട്ട സംഭവമല്ല. കോഴിക്കോട് ഹർഷീനിയൻ സംഭവത്തിന് ശേഷം എത്ര സംഭവങ്ങൾ, വയനാട്, പാലക്കാട്, എത്ര സ്ഥലങ്ങളിലാണ് ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്ര അനാസ്ഥയുടെ ഏറ്റവും വലിയ പര്യായമായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗം. അവർ നമ്പർ 1 എന്നൊക്കെ പറഞ്ഞ് പബ്ലിസിറ്റി കൊടുക്കുകയാണ്. പബ്ലിസിറ്റി അല്ലല്ലോ, ഇതാണ് റിയാലിറ്റി. എന്തൊരു സങ്കടമാണെന്ന് ആലോചിച്ച് ഞാൻ ഇന്നലെ രാത്രി ആ വാർത്ത കണ്ടിട്ട് ആ സ്ത്രീയെ വിളിച്ചപ്പോൾ ഒരു പൊട്ടിക്കരയായിരുന്നു. അവരൊരു തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. ഇതും വെച്ചുകൊണ്ട് വയറ്റിലേക്ക് വെച്ചുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളി അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പല വേദനകളും സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്ന്, ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായില്ല. 5 വർഷക്കാലം അവർക്ക് കൊണ്ടുനടക്കേണ്ടി വന്നു. തന്നെ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ ഫെയിലിയർ അല്ലേ, ഏറ്റവും വലിയ ദൗർഭാഗ്യമല്ലേ. എന്നിട്ട് ഇത്തരം സംഭവങ്ങളുണ്ടായാൽ അതിന് വളരെ ലൈറ്റായിട്ട് ലാഘവത്തോടെ കാണുക. ഇന്നലെ ഞാൻ കേട്ടോ ഹർഷീനയുടെ പ്രതികരണങ്ങൾ. 4 കൊല്ലമായിട്ടും അവർക്കൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ, വലിയ കാര്യങ്ങളാണോ? ഒരാൾക്ക് പ്രയാസമുണ്ടായി, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി, ആരോഗ്യവകുപ്പിന് വീഴ്ചയുണ്ടായി, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന് ശക്തമായ നടപടിയെടുത്ത് പരിഹാരം കാണുന്നതിന് പകരം ലാഘവത്തോടെ കാണുന്ന ഈ സമീപനം ഉണ്ടല്ലോ, അത് വളരെ അങ്ങേയറ്റത്തെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അതിന് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ? ഇതൊക്കെ നമുക്ക് നമ്മളും ജീവിക്കുന്നത് ഈ സമൂഹത്തിലല്ലേ, ഇങ്ങനെയൊക്കെ കേട്ടോണ്ടിരിക്കാൻ പറ്റൂ? വയറ്റിലത് 10 കൊല്ലം ഇരുന്നാലും 20 കൊല്ലം ഇരുന്നാലും ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു ന്യായീകരണമാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാ ഉപകരണങ്ങളും, മെഡിക്കൽ ശസ്ത്രക്രിയ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം വയറ്റിലോട്ട് പോക്കോട്ടെ എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഇത് കണ്ടെത്തിയതിന് ശേഷവും ഒരു അടിയന്തര നടപടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഇത് പുറത്തു പറയരുത് എന്നുള്ളതാണ്. ഇന്നലെ സംഭവിച്ചത്, രാവിലെ പോയിട്ട് കണ്ടെത്തി കഴിഞ്ഞു. അതിനെ ഗൗരവതരത്തിൽ വാർ ഫൂട്ടിംഗ് ലെവലിൽ കൈകാര്യം ചെയ്ത് അടിയന്തരമായിട്ടും അവരെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുന്നതിന് പകരം ഇതൊന്നും ആരോടും പറയരുത്, ഒളിച്ചു വെക്കുന്ന സമീപനമാണ് ആശുപത്രി അധികൃതരും സർക്കാരും സ്വീകരിച്ചിരിക്കുന്നത്. ഇത് തന്നെ ഒരു പിന്നെ നുണയുടെ പര്യായമായിട്ട് സർക്കാർ മാറിയുള്ള തെളിവല്ലേ അത്? കാരണം ഉള്ള സത്യങ്ങളെ മൂടി വെക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമല്ലേ അത്?